ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 360 ഡിഗ്രി ഫോട്ടോസ് എങ്ങനെയാണ് നമ്മളെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. 360 ഡിഗ്രി ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു 360 ഡിഗ്രി ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ചുറ്റും 360 ഡിഗ്രിയിലുള്ള ഫുൾ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലേസ് മൊത്തമായിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിൽ നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ഫുൾ പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ രീതിയിലുള്ള ഫോട്ടോസ് എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 360 ഡിഗ്രിയുള്ള ഫോട്ടോസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ സാധാരണ ഒരു 360 ഡിഗ്രി വീഡിയോ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ വേണം. പക്ഷേ നമുക്ക് 360 ഡിഗ്രി ഫോട്ടോ നമുക്ക് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 360 ഡിഗ്രി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ക്യാമറ ടു API എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനബിൾ ആയിട്ടുണ്ടാകണം. അത് ഇനബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ കയറിയതിന് ശേഷം അതിൽ ക്യാമറ ടു API എന്നിട്ട് സെർച്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു ക്യാമറ ടു API പ്രോബ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ ക്യാമറ ടു API പ്രോബ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് നിങ്ങൾ ഓപ്പൺ ആക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ക്യാമറ ടു API സപ്പോർട്ടാണോ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൽ ഇപ്പോൾ ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ ടു API തന്നെ ഫുൾ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ ഇപ്പോൾ എനബിൾ ആയിട്ടാണുള്ളത്. ഇതേപോലെ ഇത് എനബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ക്യാമറ ടു API നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറിയതിന് ശേഷം അതിൽ നിങ്ങൾ ഗൂഗിൾ ക്യാമറ 4 പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്യാമറ 4 ഞാനിപ്പോൾ പോക്കോ M2 Pro ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പോക്കോ M2 Proൻ്റെ ക്യാമറൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു പോക്കോ M2 Proൻ്റെ ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഗൂഗിൾ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്യാമറ 4 പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ പേര് ആ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് തന്നെ പലതരം വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു പോക്കോ M2 Pro ഉപയോഗിക്കുന്നത് പിക്സൽ ക്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോ മോഡും അടക്കം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എനബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നൈറ്റ് മോഡിലിട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് ആസ്ട്രോ വിഷൻ ആ രീതിയിലുള്ള പല ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സാധാരണ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കുന്നതിനെക്കാളും സൂപ്പറായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ്റെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ വേറെ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ആ ഒരു ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 360 ഡിഗ്രി ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ സെൻറ്ററിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു 360 ഡിഗ്രി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ മുകളിലായിട്ട് ഓരോ സർക്കിൾ വരുന്നതായിരിക്കും. ആ ഒരു സർക്കിളിന് കണക്കായിട്ട് നിങ്ങൾ ആ ഒരു സർക്കിളിന് കണക്കായിട്ട് നിങ്ങൾ ഓരോ ഭാഗത്തായിട്ട് നിങ്ങളുടെ ക്യാമറ ആ രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ഓരോ ഭാഗത്തായിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഒരു സർക്കിൾ കാണുന്ന ഓരോ ഭാഗത്തായിട്ട് നിങ്ങൾ ആ ഒരു ക്യാമറ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വ്യൂ ഈ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതെല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്കത് ഒരു 360 ഡിഗ്രി ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ഓരോ ഫോട്ടോസായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്. ആ ഒരു ടിക്ക് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ തന്നെ മെർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഡയറക്റ്റായിട്ട് സേവ് ആകുന്നതായിരിക്കും. അങ്ങനെ സേവ് ആയതിനു ശേഷം നിങ്ങൾ ആ ഒരു പിക്ചർ നിങ്ങൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ആ ഒരു ഫോണിൻ്റെ സ്ക്രീനൊന്ന് മൂവ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ള വേറൊരു ഫോട്ടോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞാനിപ്പോൾ ഇതൊരു സാമ്പിളായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അതല്ലാണ്ട് ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള വേറൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു 360 ഫോട്ടോ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നമുക്ക് ഗൈറോ സെൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഗൈറോ സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മളൊരു 360 വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എടുത്തിട്ടുള്ള വേറൊരു ഫോട്ടോ ആണിത്. ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് ഞാൻ ഇരുന്നതിന് ശേഷം അതിൽ ഞാൻ ഈ ഒരു ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോ ആണിത്. 360 ഈ ഒരു വീടിൻ്റെ 360 ഞാനിരിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് ആ ഒറ്റൊരു ഫോട്ടോ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് 360 ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു ഗൈറോ സെൻസർ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു 360 വീഡിയോ കാണുന്ന ആ ഒരു രീതിയിൽ ആ ഒരു പ്ലേസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കാണുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.